ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു ചെറിയൊരു അവിയലാണ്. എനിക്കത് നാളെ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കുന്നതാണ്. അപ്പം ഞാൻ ഉപയോഗിച്ച പച്ചക്കറി എന്ന് പറഞ്ഞാൽ കുറച്ച് ചേന, വെട്ടിയേമ്പ്, പച്ചത്തക്കാളി, അമരപ്പയർ, പച്ചക്കായ, പച്ചമുളക്, കുറച്ച് മത്തങ്ങ, മുരിങ്ങയ്ക്ക, ക്യാരറ്റ്, വെള്ളരിക്ക ഇവയെല്ലാം കൂടെ അരിഞ്ഞ് കഴുകി വൃത്തിയായിട്ടെടുത്ത് കുക്കറിനകത്ത് വെച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം കുക്കറിനകത്ത് വെച്ച് അപ്പോൾ ആവി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആവി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ചെറുതായിട്ട് ആവി വരുന്നു, വിസിലിട്ടു. പിന്നെന്താണ്, 2 വിസിലാകുമ്പോഴത്തേക്കിന് 1 വിസിൽ മതി. പിന്നെ ചേനയുടെ ഒരു വേവാണ് അവിയലിന്, ബാക്കിയെല്ലാം പച്ചക്കറികളാണ്, അതുകൊണ്ട് വേഗം വേവും. അപ്പോൾ വിസിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. വിസിൽ വരട്ടെ. അതിന് മുമ്പ് നമുക്ക് അരപ്പിനുള്ളത് റെഡിയാക്കാം. അരപ്പിന് തേങ്ങ, ജീരകം, പച്ചമുളക്, ചെറിയ ഉള്ളി, മഞ്ഞൾപ്പൊടി എന്നിവ അരച്ച് ഞാൻ അത് മാറ്റി വെച്ച് അരച്ച അരപ്പാണിത്. അപ്പോൾ കണ്ടപ്പോഴത്തേന് ഫിസിൽ വന്നു. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് അരപ്പ് റെഡിയായി. അവിയലെന്ന് പറയുന്നത് അരപ്പും അരച്ച് കഷ്ണമെല്ലാം അരിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിയൽ വെക്കാൻ ഇപ്പോൾ എളുപ്പമാണ്. ആവിയെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം വിസിൽ മാറ്റി നമുക്കൊന്ന് തുറന്ന് നോക്കാം വെന്തോന്ന്. ചേനയെല്ലാം നന്നായിട്ട് വെന്തു. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ അതിനകത്തോട്ട് ഇതിൽ നമുക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർക്കാം. പിന്നെ ചിലർക്കുണ്ട് ഒത്തിരി കുഴയുന്ന ഇഷ്ടമല്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴയുന്നത് പ്രശ്നമില്ല, അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. എളുപ്പമാണ് ഇത് അവിയലുണ്ടാക്കാൻ. ഇത് അരപ്പെല്ലാം കൂടെ പുരട്ടി ഇളക്കി ചേർത്ത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ടൊരു ശകലം വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കരിയാപ്പില ഉണ്ടെങ്കിൽ കരിയാപ്പിലയും കൂടി ഇടുക. ഇത് ഞാൻ ആദ്യമേ നേരത്തെ ഇട്ടായിരുന്നു, അത് പക്ഷേ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല വീഡിയോയിൽ. പിന്നെ ഞങ്ങളിവിടെ രാത്രിയിൽ റൊട്ടിയാണ് കഴിക്കുന്നത്, ചപ്പാത്തി. നോർത്ത് ഇന്ത്യയിൽ റൊട്ടി എന്നാണ് പറയുന്നത്. അത് ഗ്യാസ് വെച്ച് പൊള്ളിച്ചെടുക്കുക. ഞങ്ങൾക്ക് ഇവിടെ കൂടുതൽ ഇഷ്ടം വെളിച്ചെണ്ണ തൂത്ത് ഉണ്ടാക്കിയെടുക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ പിന്നെ വെളിച്ചെണ്ണ തൂത്ത് ഉണ്ടാക്കിയെടുക്കും. ചിലപ്പോൾ പൊള്ളിച്ചും എടുത്ത് കഴിക്കും. ചപ്പാത്തിയുടെ കൂടെ അവിയലും ഉണ്ട്, മഷ്റൂം കറി വെച്ചായിരുന്നു. അപ്പോൾ അതും കൂടെ കൂട്ടി കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു 11 മണിയൊക്കെ കഴിഞ്ഞു. വണ്ടിയെല്ലാം എടുത്ത് വെച്ചു. രാത്രി ചെറിയൊരു വണ്ടി വെക്കാനായിട്ടൊരു സ്ഥലമുണ്ട്. അപ്പോൾ വണ്ടിയെല്ലാം എടുത്ത് വെച്ച് പിന്നെ എല്ലാവരും രാത്രിയിൽ ഊണൊക്കെ കഴിഞ്ഞിട്ട് വാക്കിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നമ്മുടെ നാട് പോലെയുള്ള സൗകര്യമൊന്നുമില്ല, സിറ്റിയാണ്. അപ്പോൾ എല്ലാവരും റോഡിലൊക്കെ നടക്കുക. ഈ വണ്ടികളെല്ലാം പാർക്ക് ചെയ്തേക്കുന്നത് റോഡിലാണ്, റോഡിൻ്റെ സൈഡിലാണ്. അങ്ങനെ ഇപ്പോൾ ആർക്കും കാർ ഷെഡ് അങ്ങനെയൊന്നും ഇല്ല. എല്ലാവരും പണക്കാരും പണക്കാരല്ലാത്തവരും എല്ലാം റോഡ് സൈഡിൽ ഇടുന്നു, എത്ര വില കൂടിയ വണ്ടിയാണെങ്കിലും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം ഫ്രണ്ട്സ്.